ലൈവ് ന്യൂസ് പുതുക്കാട്. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ഗ്യാസിന് 430 ഗ്യാസിന് 1100 ആയി. അതിന് 100 കുറച്ചു. അത് ഇലക്ഷൻ കണ്ടിട്ടാണ് കുറയ്ക്കണത്. ഇതൊക്കെ ചെയ്തിട്ട് ആരോട്ട് ചെയ്യണ്? കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടനാണ്. അതിനുപരിയായിട്ട് ഇവിടെ വലിയൊരു രാഷ്ട്രീയ പ്രാബല്യം കിട്ടിയില്ല ഇതുവരെ. അതൊരിക്കലും ഉണ്ടാവില്ല. ഒരു സാധ്യമില്ല. അത് സുരേഷ് ഗോപിനെ കൊണ്ടുപോകും തൃശ്ശൂർ. ഉറപ്പാണ് അത്. ഉറപ്പ്. കളങ്കല്ലാത്തവൻ. കളങ്കില് നല്ല പ്രവൃത്തി ചെയ്യണവൻ ഇരിക്കട്ടെ. പ്രാവശ്യം ആൾക്കാർ കൊടുക്കട്ടെ. ചിലപ്പോൾ എല്ലാ കക്ഷികളും കൂടി ചിലപ്പോൾ ഭരിക്കാനുള്ള രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് കൊടുക്കാൻ ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കണം. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ. ചേട്ടാ, ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും എന്നാണ് ഒരു അഭിപ്രായം? തൃശ്ശൂർ ഇപ്പോൾ 3 ആൾ നിൽക്കണതിൽ മുരളി എടുക്കാനാണ് സാധ്യത. കാരണം മികച്ച സ്ഥാനാർത്ഥി മുരളി തന്നെയാണ്. കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു സിനിമാ നടനാണ്. അതിനുപരിയായിട്ട് ഇവിടെ വലിയൊരു രാഷ്ട്രീയ പ്രാബല്യം കിട്ടിയില്ല ഇതുവരെ. പിന്നെ മറ്റേ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി മുൻ മന്ത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും പോരാ, ഒരു ദേശീയ സ്ഥലത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഉള്ളതിൽ മുരളിക്കാണ് സാധ്യത. കാരണം ജനങ്ങളായിട്ടുള്ള കൂടുതൽ സാധ്യതകൾ, പിന്നെ മുൻ മുഖ്യമന്ത്രിയുടെ മകനും അങ്ങനെ ഉള്ള രീതിയിലൊക്കെ കുറച്ചുകൂടി മെജോറിറ്റി മുരളിക്കാണ് കാണുന്നത്. അപ്പോൾ ഈ മുൻ മുഖ്യമന്ത്രിയുടെ മോനെന്ന് പറഞ്ഞപ്പോൾ മകള് ഇപ്പോൾ BJP-യിലേക്ക് മാറിയിട്ടുണ്ടല്ലോ. അല്ല, അതിപ്പോൾ രീതിയിൽ പാർട്ടിനെയോ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ? അത് ഇവിടെ ബാധിക്കാൻ സാധ്യതയില്ല. കാരണം ഇപ്പോൾ അവനവന് തോന്നുമ്പോൾ അവനപ്പോൾ പോകുന്നത് പഴയ മാതിരിയല്ല. ആദ്യകാലത്ത് നമ്മളിപ്പോൾ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ കൂടുതൽ ഒരു 10, 50, 100, 200 ആൾ അങ്ങോട്ട് ഒന്നിച്ച് പോകും. മുൻ കാലം വെച്ച് നോക്കുമ്പോൾ നമ്മളൊരു പാർട്ടിക്ക് രാജിവെച്ച് പോകുമ്പോൾ ആളുടെ കൂട്ടത്തിൽ എങ്ങനെയായാലും ഒരു 10-50 ആളുകളുണ്ടാവും. ഇപ്പം ആ ആളില്ല, പോണത് ഇവർ മാത്രമേ ഉള്ളൂ. ഈ പോണ നേതാക്കന്മാർ പോകുന്നതല്ലാണ്ട് അണികൾ പിന്നിലില്ല. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഈ കേന്ദ്ര ഭരണം ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുപ്പിൽ ചർച്ച ആവാൻ സാധ്യതയുണ്ടോ? കേന്ദ്ര ഭരണം ഇപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ BJP ഒക്കെ ചിലപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. അവർ ഭരണം കൊണ്ടും എല്ലാം കൊണ്ടും അടിച്ചമർത്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടല്ലേ ഇപ്പോൾ നടക്കണത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ബുദ്ധിമുട്ടാണ്. മറ്റേ കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ നമുക്കത് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം പക്ഷേ ഇവിടെ മുരളീധരൻ ജയിക്കും. ഇവിടെ മുരളീധരൻ ജയിക്കണ്ട. കാരണം കേരളത്തിലെ സാഹചര്യവും കേരളത്തിൽ ഇപ്പോൾ ആകെ വഷളായിട്ടുള്ള പോക്കാണ്. ഭരണമായാലും പെൻഷനും ഇല്ല. അങ്ങനെ എല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഒരു അനുകൂല സാഹചര്യമുള്ള മൊത്തത്തിൽ അനുകൂല സാഹചര്യമുള്ള സമയമാണിപ്പോൾ. പിന്നെ വോട്ടൊക്കെ ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കണത്. ജനങ്ങൾ വോട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എത്ര ഇതൊക്കെ കാണിച്ചാലും ജനങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ അവർ അതിൽ കുത്തുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ സുനിൽകുമാറിന് സാധ്യത. ആള് കുഴപ്പമൊന്നുമില്ല, നല്ല മന്ത്രിയായിരുന്നു. തന്നെയാണ് കാര്യങ്ങൾ. പിന്നെ പ്രതാപനൊക്കെ ഇവിടെ പോയിട്ട് പിന്നെ അവിടേക്ക് വന്നിട്ടില്ല. പിന്നെ സുരേഷ് ഗോപി കാര്യം പറയാനും പറ്റുന്നില്ല നമുക്ക്. ആൾ കുഴപ്പമില്ലാത്ത ആൾ തന്നെയാണ്. ഇപ്പോൾ ജയിച്ച മന്ത്രിയായ നമുക്ക് ഉപകാരം എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരം ഒന്നുമില്ല, ഉപദ്രവം മാത്രമല്ലോ. ഇപ്പോൾ 2 രൂപ പെട്രോളിന് കുറച്ച് വെച്ചിട്ട് ഒരു 60 രൂപ കൂട്ടിയിട്ടാണ് 2 രൂപ കുറയ്ക്കുന്നത്. അതൊക്കെ നോക്കി വെച്ച് നോക്കുമ്പോൾ ഗ്യാസിന് 430 ഗ്യാസിന് 1100 ആയി. അതിന് 100 കുറച്ചു. അത് ഇലക്ഷൻ കണ്ടിട്ടാണ് കുറയ്ക്കണത്. ഇതൊക്കെ ചെയ്തിട്ട് ആരോട്ട് ചെയ്യണ്? ഇവർക്ക് എന്നിട്ട് നല്ല പ്രവൃത്തി ചെയ്തേക്കണത് ഇവർ. പറച്ചിൽ വലിയ വർത്തമാനം പറയുന്നുണ്ട് ഇവർ. അല്ലാണ്ട് ഇപ്പം സുനിൽകുമാർ ജയിച്ചാലും ഇപ്പം മറ്റേ ഇന്ത്യ കക്ഷി വന്നാൽ മാത്രം കാര്യമുള്ളൂ. അല്ലാണ്ട് കേന്ദ്രഭരണം അവർ കിട്ടിയിട്ടുണ്ടെങ്കിൽ പഴയ പോലെ തന്നെയാവുള്ളൂ. ഇവിടെ സുനിൽകുമാർ ജയിക്കും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ശരിക്കും ത്രികോണ മത്സരമാണ് ശരിക്കും ഇവിടെ വരുന്നത്. പക്ഷെ അതിൽ മുൻതൂക്കം സുനിൽകുമാറിനാണ്. ചേട്ടാ, ഇത്തവണ തൃശ്ശൂർ ജില്ല ആരെടുക്കും എന്നാണ് ചേട്ടന് തോന്നുന്നത് തെരഞ്ഞെടുപ്പിൽ? ഞാൻ നമ്മുടെ സുരേഷ് ഗോപി തന്നെയാണ്. അതെന്താ ഉറപ്പ് പറയണേ? ആള് ഇതിന് മുൻപും ഇവിടെ ജയിച്ചിട്ടില്ലെങ്കിലും ആള് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിൽ ഇവിടേക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇനിയും അങ്ങനെ തന്നെ നമ്മുടെ പ്രതീക്ഷ. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറയണം. ആളൊരുവിധം എല്ലാ പാവപ്പെട്ട ആൾക്കാർക്ക് ഇത് ചെയ്യണ്, എല്ലാ കാര്യങ്ങൾക്കും കുട്ടികൾക്കായാലും ഉപകാരങ്ങൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേന്ദ്രഭരണം മാറാൻ സാധ്യതയുണ്ടോ? അതോ മോഡി തന്നെ ഭരിക്കുന്നോ? അത് മോദി തന്നെ ഭരിക്കും, ഉറപ്പ്. അത് 100% ഉറപ്പാണ്. സുരേഷ് ഗോപി ജയിച്ചാൽ മന്ത്രിയാവുന്നൊക്കെ പറയേണ്ടത് അത് ശരിയാണോ? അതിപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആള് ഏത് കാര്യങ്ങളും ആളുടെ അടുത്ത് ചെന്നാൽ നമുക്ക് പാർട്ടി അതൊന്നും നോക്കില്ല. ആളെല്ലാ കാര്യങ്ങളും ചെയ്തു തരും, 100% ഉറപ്പാണ്. അതുപോലെ ഈ കരുണാകരന്റെ മോഹൻ നമ്മൾ തൃശ്ശൂർ വന്ന് മത്സരിക്കുന്നുണ്ട്. വീണ്ടും ഒരു തവണ തോറ്റതാണെങ്കിലും വീണ്ടും മത്സരിക്കുന്നുണ്ട്. സുരേഷ് ഗോപിനെ തോൽപ്പിക്കാന്നതാണ് ലക്ഷ്യം എന്ന് പറയണം. അതൊരിക്കലും ഉണ്ടാവില്ല, ഒരു സാധ്യമില്ല. അത് സുരേഷ് ഗോപിനെ കൊണ്ടുപോകും തൃശ്ശൂർ, ഉറപ്പാണ്. അത് ഉറപ്പ്. തൃശ്ശൂർ ആരെടുക്കുമെന്നാണ് ചേട്ടന് ഒരു അഭിപ്രായം? സുരേഷ് ഗോപി കൊണ്ടുപോകും. അതെന്താ അത്ര ഉറപ്പ് പറയാൻ കാരണം? സുരേഷ് ഗോപിയാണ് നല്ലത്, കളങ്കല്ലാത്തവൻ. കളങ്കില്ലാന്ന് പറഞ്ഞാ കളങ്കില് നല്ല പ്രവൃത്തി ചെയ്യണവൻ. ഇരിക്കട്ടെ, പക്ഷെ ആൾക്കാർ കൊടുക്കട്ടെ, ആള് ജയിക്കട്ടെ. മുരളീധരനൊക്കെ ഇവിടെ നിന്ന് മത്സരിക്കണ്ടല്ലോ, വടകര എന്ന് വന്നിട്ടാണ് ഇവിടെ നിൽക്കണേ. സുരേഷ് ഗോപിനെ തോൽപ്പിക്കാനാണ് ഇവരൊക്കെ നിൽക്കണതെന്ന് പറയുന്നത്. അപ്പൊ അത് എന്തെങ്കിലും ഭീഷണിയാണോ? അതറിയില്ല. സുരേഷ് ഗോപി ജയിക്കണമെന്നാണ് ആഗ്രഹം. കേന്ദ്രത്തില് വീണ്ടും നരേന്ദ്രമോദി അധികാരത്തിൽ വരണമെന്നോ? വരണം. ജയിക്കുമ്പോ പറയാം ഞങ്ങൾ നല്ലതാണ് പൊട്ടയെന്നൊക്കെ. ജയിച്ചു കഴിഞ്ഞാൽ ആര് വഴിക്ക് വരാറില്ലേ? ഒരാളും ഇല്ലൊരു വഴിക്ക്. എന്നാ അവരാരും വന്നിട്ടില്ല. ചേട്ടൻ വോട്ട് ചെയ്യൂലോ? ഒരാൾക്ക് വോട്ട് ചെയ്യൂല എന്തായാലും. അത് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പൊ ആള് ജയിക്കണമെന്ന് ആഗ്രഹമില്ലേ? ആര് ചേട്ടൻ വോട്ട് ചെയ്യുന്ന ആള് ജയിക്കണം ഇല്ല. ജയിക്കുക തോൽക്കണ്ടേ? ആര് ജയിച്ചാലും കാര്യമില്ല അല്ലേ? അവരുടെ വീടും അവരുടെ ആൾക്കാരും നന്നാവാനുള്ള അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഒരാളും നന്നാവില്ല. പുറമക്കാരും നമ്മളെ പോലെയുള്ള ഒറ്റ ആളും നന്നാവില്ല. അവരുടെ ആൾക്കാർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ അവരുടെ ആൾക്കാരാണ്. സുനിൽകുമാർ എന്താ ഞങ്ങളുടെ നേതാവ്, ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ആള്, ഏറ്റവും നല്ല വ്യക്തി. സുരേഷ് ഗോപി നല്ല വ്യക്തിയാണോ? വ്യക്തിയല്ല, പക്ഷെ നമുക്ക് കാര്യമില്ല, പോയി കാണില്ല. പറ്റില്ല, ഇവരെ എപ്പോൾ പോയി കാണാം, നമുക്ക് അധികാട് വരെ പോയാൽ മതി. ഞങ്ങൾ മുപ്പാട് ഇവിടെ തന്നിട്ടുള്ള വ്യക്തിയാണ്, പല കാര്യങ്ങളും നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ശരിയാക്കാന്ന് പറഞ്ഞ് പോയിട്ട് പിന്നെ കാണാനില്ല. അതാണ് കാര്യം. സുനിൽകുമാർ ജയിക്കും, ഉറപ്പ്. ചേട്ടൻ്റെ അഭിപ്രായത്തിൽ സുനിൽകുമാറാണ്. എന്തുകൊണ്ട് അങ്ങനെയാണ്? ഈ സുരേഷ് ഗോപിക്ക് സാധ്യത ഇവിടെ? സാധ്യത കുറവൊന്നുമില്ല, ഉണ്ട്. ഒപ്പത്തിനൊപ്പം നിൽക്കാം, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. മുരളീധരൻ ആള് പോയെന്ന് വെച്ചാൽ മതി. സുനിൽകുമാർ ജയിക്കും. സുനിൽകുമാറും സുരേഷ് ഗോപി തന്നെയാണ്. കട്ടക്ക് മത്സരം. കട്ടക്ക്. ചേട്ടാ ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും? മുരളീധരൻ ആളാണ് ജയിക്കേണ്ടത്. എന്തുകൊണ്ട്? ആള് വടകരയെന്നൊക്കെ ഇവിടെ നിന്ന് മത്സരിക്കല്ലേ, മുന്നേ ഇവിടെ നിന്ന് തോറ്റ വ്യക്തിയാണ്. പിന്നെ കൂടുതൽ എന്താണ് ആൾക്ക് ജയിക്കാൻ സാധ്യത? ആൾക്ക് ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആള് വേണം. ആള് ജയിച്ചാൽ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരുന്നുള്ളതാണ്. മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. മോദി പോണം. ഇന്ത്യയില് എൻ ഡി എ പോയിട്ട് ഇന്ത്യ മുന്നണി വരണം. യെസ്, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാണെന്നാണ് ആഗ്രഹം. ഇവിടെ മുരളീധരൻ ജയിക്കുന്നതാണ്. ജയിക്കും. എത്ര ശതമാനം ജയിക്കുന്നത്? എൻ്റെ അഭിപ്രായത്തിൽ 90%. 10 എന്ത് കൂടും? 10 ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവും വിചാരിക്കുന്നു. അല്ല, ഈ 10 ആർക്ക് കിട്ടും? ഈ 10 ചിലപ്പോൾ ഇപ്പോഴത്തെ ഇത് കണ്ടിട്ട് സുനിൽകുമാറിന് കിട്ടാൻ ഇത് 10% ഉണ്ടെങ്കിൽ തന്നെ. സുരേഷ് ഗോപിക്ക് സാധ്യതയൊന്നുമില്ലേ? സുരേഷ് ഗോപി വലിയ സാധ്യത കാണാനില്ല. അപ്പൊ ഈ പത്മജൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് പോയത് എന്തെങ്കിലും ദോഷം ചെയ്യും? അത് പോയൊരു ഒരു കുഴപ്പമില്ല. ഇവിടെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു കുഴപ്പമില്ല. അത് കല്ലുവല്ലി, നമ്മുടെ അറബി ഭാഷയിൽ പറയുന്നത് കല്ലുവല്ലി. കേന്ദ്രത്തിലൊരു ഭരണമാറ്റം ഉണ്ടാവും. കേരളത്തിൽ പറയാൻ പറ്റില്ല. ചിലപ്പോൾ എല്ലാ കക്ഷികളും കൂടി ചിലപ്പോൾ ഭരിക്കാനുള്ള രാഹുൽ ഗാന്ധിക്ക് സപ്പോർട്ട് കൊടുക്കാൻ ആൾക്കാർ തയ്യാറായിട്ട് നിൽക്കണം. മോഡി ഇറങ്ങി രാഹുൽ ഗാന്ധി കയറുന്നാണ് ഒരു 75% എൻ്റെ കാഴ്ചപ്പാടിൽ. അങ്ങനെ എല്ലാത്തിലും ശതമാനക്കുറവുണ്ട്. ഒക്കെ ഉണ്ട്. ഫുള്ളായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുത്തെ കണ്ടീഷൻ അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ ന്യായമായ കാര്യങ്ങൾ പറയുള്ളൂ. ഇവിടെ ഫുള്ളായിട്ട് ഞങ്ങൾ മുരളീധരൻ്റെ ഒപ്പം ഞങ്ങൾ നിൽക്കണം. അവിടെ കട്ടയായിട്ട് അതിലൊരു മാറ്റില്ല. ചേട്ടാ ഇത്തവണ തൃശ്ശൂർ ആരെടുക്കും? അത് സംശയമില്ല, സുരേഷേട്ടൻ തന്നെ. ഞങ്ങൾ ഈ സുരേഷ് ചേട്ടനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് പറ്റിയില്ല. ഈ പ്രാവശ്യം പക്ക ഞങ്ങൾ എടുക്കും, ഉറപ്പ്. ഞങ്ങൾക്ക് തന്നെ BJP തന്നെ ഇപ്രാവശ്യം പക്കാണ്. 90,000 വോട്ടിന്റെ ലീഡിനാണ് കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് ജയിച്ചത്, സുരേഷ് ഗോപിനെ വിട്ട്. അത്ര വോട്ടുകൾ ഇപ്രാവശ്യം കൂടുതൽ, അതിലും കൂടുതൽ കിട്ടും, അത് ഉറപ്പാണ്. ഡെഫിനറ്റ്ലി. ആരെടുക്കും തൃശൂർ? ജനം പറയട്ടെ.
ലൈവ് ന്യൂസ് പുതുക്കാട്. വസ്തുനിഷ്ഠവും വാർത്താ പ്രാധാന്യവുമുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണോ? അധികാരവർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ? വരൂ, നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാം. ഇനി നിങ്ങളാണ് റിപ്പോർട്ടർ. ലൈവ് ന്യൂസ്, നിങ്ങളോടൊപ്പം, നിങ്ങൾക്ക് വേണ്ടി. വാർത്തകളും അറിയിപ്പുകളും 8301 80 90 39 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക.